ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പൂക്കൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത്. ഓണം പോലുള്ള വലിയ ആഘോഷങ്ങളിലേക്ക് മലയാളി എത്തുമ്പോൾ പൂക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ആവശ്യമായ പൂക്കൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതര ഇടങ്ങളെ, സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരവസ്ഥയും എത്തുന്നുണ്ട്. നമ്മുടെ മണ്ണും നമ്മുടെ കാലാവസ്ഥയുമെല്ലാം നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൂക്കൾ വളരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലമായ ഇടങ്ങൾ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് പൂക്കൾ കൃഷി ചെയ്യുക എന്നത് ലാഭകരമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മുടെ നാട്ടിൽ കർഷകർ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണവിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പൂക്കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ പൂക്കൃഷി നടത്തിയിരുന്നു. സാമാന്യം നല്ല വിളവ് ലഭിച്ചു. അതിൻ്റെതായ വരുമാനത്തിലും അതിൽ പ്രതിഫലനം ഉണ്ടായി. തീർച്ചയായിട്ടും ഇക്കൊല്ലവും ഓണത്തിൻ്റെ കാലത്ത് ചെണ്ടുമല്ലി 4 നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കൃഷി ചെയ്യുമ്പോൾ ഓണത്തിൻ്റെ വിപണിയെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് വരുമാനത്തിലൊരു പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം ചേർന്ന് ചെയ്യുന്ന പച്ചക്കറി കൃഷികൾക്ക് ഒരു സഹായകരമാവുന്നുണ്ട്. പല കീടങ്ങളെയും അകറ്റുന്നതിന് ഈ പൂക്കൾക്ക് കഴിയുന്നുണ്ട്, ഈ ചെടികൾ കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് സഹായകമായി തന്നെ ഈ പൂക്കൃഷി നിൽക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൃഷി ഏർപ്പെട്ടിരിക്കുന്നത്. ചെണ്ടുമല്ലി ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്, പൂത്തു നിൽക്കുന്നത് കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് കാഴ്ചയ്ക്കും അത് ഗുണകരമാവുന്നുണ്ട് എന്നതും ഞങ്ങളുടെ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നൊരു ഘടകമാവുന്നുണ്ട്. നമുക്ക് ആവശ്യമായ പൂക്കൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് വരുമാനത്തിൽ ഒരു വർധനമുണ്ടാക്കും, മറ്റ് കൃഷിക്കത് സഹായകമാവുകയും ചെയ്യും. അതുകൊണ്ട് ഓണത്തിൻ്റെ വിപണിയെ ലക്ഷ്യം വെച്ച് കർഷകർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ഇതെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത്.